ഗ്രൂപ്പ് 1 ആദ്യത്തെ ക്വസ്റ്റ്യനായ കോഫി മഗ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസ് ആദ്യം എടുക്കണം. അതിൽ ഗ്രാഫിക്സ് ഉണ്ട്. അതിൽ ഇങ്ക്സ്കേപ്പ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പേജ് ബോർഡറോടുകൂടെ വരും. അത് കളയാൻ വേണ്ടി ഫയൽസിലെ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് പേജ് സെലക്ട് ചെയ്ത് കഴിയുമ്പം ഷോ പേജ് ബോർഡർ എന്നുള്ള ബോർഡറിലുണ്ടാവും. അത് അൺടിക്ക് ചെയ്യണം, എന്നിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പേജ് ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കും. അപ്പോൾ നമുക്കതിനകത്ത് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ ലെഫ്റ്റ് സൈഡിലെ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ കിട്ടുന്നു. അതിൻ്റെ ആർ വൈ നമുക്കൊരു 30 ആക്കണം, എന്നാലേ കേർവ്ഡ് ആയിട്ട് വരും. അപ്പം 60 ആക്കുക. അത് കഴിഞ്ഞ് സെലക്ഷൻ ടൂൾ എടുത്ത് സെലക്ട് ചെയ്ത് അതിന് വേണ്ട വലിപ്പം ആക്കി വയ്ക്കുക. അതിനുശേഷം അനദർ റെക്റ്റാങ്കിൾ ഉണ്ടാക്കണം. ഇതിൻ്റെ മോൾ ഭാഗത്തെ കർവ്നെസ് കളയാൻ വേണ്ടി. അതിനുവേണ്ടി വേറെ റെക്റ്റാങ്കിൾ വരയ്ക്കുക. പിന്നെ സൈഡിൽ RY നമുക്ക് ആവശ്യമില്ല, അപ്പോൾ 0 ആക്കണം RY. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് റെക്റ്റാങ്കിൾ കിട്ടും. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യണം. ഇത് രണ്ടും കൂടെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യണം. നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടെ സെലക്ട് ചെയ്യുക. ആദ്യത്തെ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തും കൂടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം പാത്തിൽ പോവുക, ഡിഫറൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഷേപ്പിൽ കിട്ടും. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മഗ്ഗിനെ പോലെ ആക്കി വെക്കണം. ഇനി മഗ്ഗിൻ്റെ പിടി നമുക്ക് വേണം. അതിനുവേണ്ടി സർക്കിൾ ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് ഒരു സർക്കിൾ ഡ്രാഗ് ചെയ്ത് ഉണ്ടാക്കുക. അതിനുശേഷം ആ സർക്കിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് സെലക്ഷൻ ടൂൾ വെച്ച് നമുക്കൊരു യെല്ലോ കളർ കൊടുക്കാം. അതിന് ശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് പതുക്കെ ഇത് ഡ്രാഗ് ഔട്ട് അകത്തോട്ട് ചെയ്യുക. അങ്ങനെ ഇങ്ങനൊരു ഷേപ്പിൽ നമ്മൾ നിർത്തണം. ഇങ്ങനെ ഷേപ്പിലാക്കി നമ്മൾ നിർത്തണം. അതിന് ശേഷം നമുക്കിത് സെലക്ട് ചെയ്യണം. അതിന് വേണ്ടി ഡ്രാഗ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. ഇല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് രണ്ടാമത്തത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 സെലക്ട് ആവും. അപ്പോൾ ഇങ്ങനെ 2 രീതി സെലക്ട് ചെയ്തിട്ട് പാത്തിൽ പോവുക, പിന്നെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ കിട്ടും. അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് മഗ്ഗിൻ്റെ സൈഡിൽ പിടി പോലെ കൊണ്ടുപോയി വെക്കണം. ആവശ്യമായ രീതിയിൽ പൊസിഷൻ ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കോഫി എന്നത് എഴുതാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ടെക്സ്റ്റ് ടൂള് എടുത്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുക അതിന് മുകളിൽ. അപ്പോൾ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്യാൻ വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ കോഫി എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ബ്ലാക്ക് കളറിലാണ്, അത് മാറാൻ താഴ്ത്തി ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ വൈറ്റ് കളറിലോട്ടായി. പിന്നെ സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുക. പിന്നെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് കോഫി വലുതാക്കി, ആ എഴുത്ത് വലുതാക്കി അവിടെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എല്ലാം സെലക്ട് ചെയ്യുക, ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മളത് ഗ്രൂപ്പായി. ഇത് നമുക്കിങ്ങനെ ഒറ്റ ഗ്രൂപ്പ് പോലെയായി. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, എക്സാം 10 ഫോൾഡർ, ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നമുക്കിത് സേവ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. PNG ഫോർമാറ്റിൽ സേവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഫയൽസ് പോവുക. അതിനകത്ത് എക്സ്പോർട്ട് PNG ഇമേജ് എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിനകത്ത് നമ്മൾ
എക്സ്പോർട്ട് ആസിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹോമിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ എന്ന പേരിലായിരിക്കും ഹോം കിടക്കുക. അപ്പോൾ ആ അഡ്മിനിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഹോമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് X110 ഫോൾഡർ ഉണ്ടാവും. X110 ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെയിമായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പറും _ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 കൊടുത്തതിന് ശേഷം സേവ് അടിക്കുക. നമ്മളൊരു എക്സ്പോർട്ട് എന്നുള്ള ടിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവുകയുള്ളൂ. ആ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോഫി മഗ് സേവ് ആയിട്ടുണ്ടാവും. നമ്മുടെ X110 ഫോൾഡറിൽ അവിടെ PNG ഫോർമാറ്റിൽ നമ്മുടെ കോഫി മഗ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതിലും അടിപൊളിയായ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ JJ ബോസ് സൈനിങ് ഔട്ട്. ബൈ.